എല്ലാവർക്കും എൻ്റെ വിനീതമായ നമസ്കാരം. വളരെ ദുഃഖകരമായൊരു സാഹചര്യത്തിലാണ് നാം ഇപ്പോൾ ആയിരിക്കുന്നത്. ഈ കിടക്കുന്ന വ്യക്തിയെക്കുറിച്ച് ഓർക്കുമ്പോൾ വളരെയധികം വിഷമമുണ്ട്. വളരെ നല്ലൊരു വ്യക്തിയായിരുന്നു, തങ്കപ്പെട്ട സ്വഭാവം, നമുക്കെല്ലാവർക്കും പ്രിയങ്കരനായിരുന്നു. എന്തു ചെയ്യാം, ഇത്ര പെട്ടെന്ന് പോയി. ഞാൻ എപ്പോഴും അദ്ദേഹത്തെ വിളിക്കുമായിരുന്നു. ഞാൻ ഒരുപാട് ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. എന്തു ചെയ്യാം, എൻ്റെ വാക്കുകൾ ധരിപ്പിക്കുന്നില്ല. എൻ്റെ പേരിലും എൻ്റെ കുടുംബത്തിൻ്റെ പേരിലും നാട്ടുകാരെല്ലാവരെയും പേരിലും അനുശോചനം അറിയിച്ചുകൊണ്ട് എൻ്റെ വാക്കുകൾ ചുരുക്കുന്നു. ഇതോടുകൂടി അനുശോചന പ്രസംഗങ്ങൾ അവസാനിച്ചിരിക്കുകയാണ്. തുടർന്ന് മറുപടി പ്രസംഗത്തിന് വേണ്ടി പരേതനെ ക്ഷണിച്ചുകൊള്ളുന്നു. എല്ലാവർക്കും എൻ്റെ വിനീതമായ നമസ്കാരം. അനുശോചനം അറിയിക്കാൻ വന്നുകൂടിയിരിക്കുന്ന എല്ലാവർക്കും നന്ദി അറിയിക്കുന്നു. വളരെയധികം സന്തോഷമുണ്ട് നിങ്ങളെല്ലാം കടന്നു വന്നത്. പക്ഷേ എൻ്റെ ദുഃഖമുണ്ട്. ഇപ്പോൾ എനിക്ക് അനുശോചനം പറഞ്ഞപ്പോഴാണ് ഞാൻ അറിയുന്നത് ഞാൻ ഇത്രയും നല്ലൊരു വ്യക്തിയാണെന്ന്. ഇത് കുറച്ചു കാലം മുന്നേ കേട്ടിരുന്നെങ്കിൽ, ഞാൻ ജീവിച്ചിരുന്നപ്പോൾ കേട്ടിരുന്നെങ്കിൽ കുറച്ചു കാലം കൂടി ഞാൻ ജീവിച്ചേനെ. അദ്ദേഹം പറഞ്ഞു അദ്ദേഹം ഒത്തിരി സഹായിച്ചിട്ടുണ്ടെന്ന്. എന്നെ എപ്പോഴും വിളിക്കുമായിരുന്നു. എനിക്കറിയത്തില്ല, എന്നെ കണ്ടാൽ പോലും മിണ്ടാതെ പോകുന്ന ആളാണ്. എന്ത് ചെയ്യാം, എല്ലാ മനുഷ്യൻ്റെ അവസ്ഥ ഇത്രയേ ഉള്ളൂ. നമ്മളെല്ലാം ശ്വാസം നിലച്ചു കഴിഞ്ഞാൽ ഒറ്റ ദിവസം കൂടി വാട്സാപ്പിൽ ജീവിക്കും, സ്റ്റാറ്റസിൽ. അതെല്ലാം കഴിഞ്ഞ് എല്ലാവരും കണക്കാം. ഒരു കാര്യം ഞാൻ പറയട്ടെ, എനിക്ക് എത്രയോ നല്ലൊരു പേരുണ്ടായിരുന്നു. ഇപ്പൊ എന്നെ വിളിച്ചത് കേട്ടോ, പരേത്. എത്ര നല്ല പേരുണ്ടെങ്കിലും നമ്മൾ തീർന്നാൽ പിന്നെ അത്രയേ ഉള്ളൂ. ഒരു കാര്യം കൂടി പറയാൻ, ഞാൻ ശ്വാസം നിലച്ചു കഴിഞ്ഞ് പറയുന്ന അനുശോചന വാക്കുകളേക്കാൾ എത്രയോ നല്ലതാണ് ജീവിച്ചിരിക്കുമ്പോൾ പറയുന്ന ഒരു ആശ്വാസവാക്ക്. മരണശേഷം പണിത് നൽകുന്ന കല്ലറയേക്കാൾ എത്രയോ നല്ലതാണ് ജീവിച്ചിരിക്കുമ്പോൾ കൊടുക്കുന്ന ചില്ലറ. മൃതശരീരത്തിൽ വയ്ക്കുന്ന പുഷ്പചക്രങ്ങളെക്കാൾ എത്രയോ നല്ലതാ ശ്വാസമുള്ളപ്പോൾ കൊടുക്കുന്ന ഒരു പുഷ്പം. ഞാൻ അധികം വാക്കുകൾ പറയുന്നില്ല. അതുകൊണ്ട് എന്തെങ്കിലും നിങ്ങൾ ചെയ്യാൻ ആഗ്രഹിക്കുന്നെങ്കിൽ അത് ജീവിച്ചിരിക്കുമ്പോൾ ചെയ്യുക. ഇത്രയും പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ ചുരുക്കുന്നു. ശ്വാസം നിർത്തുന്നു. ഇവിടെ വെച്ചിരുന്ന പഞ്ഞി എന്തി പുറണം കാണാനില്ല. ഇതിനിടയ്ക്ക് അതാരോ അടിച്ചുകൊണ്ട് പോയി. പിന്നെ എങ്ങനെ ശരിയാവാനാ? ഒന്നെങ്കിൽ ഒന്ന് അത് വെച്ച് അഡ്ജസ്റ്റ് ചെയ്യാം.